പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അവയുടെ അവസ്ഥ വളരെ മോശമായിട്ടാണ് മുന്നിലേക്ക് പോകുന്നത് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഡോക്ടർമാർ. കാര്യങ്ങൾ കൈവിട്ടു പോകാനാണ് സാധ്യത എന്നും പറയുന്ന ഡോക്ടർമാർ ഇതേ തുടർന്ന് എന്തായാലും ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ഇവിടെ നിൽക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതേസമയം ആകെ തകർന്നു പോകുന്ന ക്രിഷ് ഇനി എന്തു ചെയ്യണം എന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ചു പോകുന്നു. ഒരിക്കലും തൻ്റെ സഹോദരിക്ക് ഇങ്ങനെയൊരു ദുരന്തമൊന്നും സംഭവിക്കും എന്ന് ക്രിഷ് മനസ്സിൽ പോലും കരുതിയിരുന്നതല്ല. ഇതോടെ ക്രിഷ് ആകെ തകർന്നു പോകുന്നു. പക്ഷേ ക്രിഷിന് എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ട് അവിടെ നിൽക്കുകയാണ് കൺമണി. ക്രിഷ് സാർ ഒരിക്കലും വിഷമിക്കേണ്ട, കൃപാമേഡത്തിന് ഒന്നും തന്നെ സംഭവിക്കുകയില്ല, അത് ഉറപ്പ് തന്നെയാണ്. നമ്മൾ ധൈര്യമായി അവളുടെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കണം. അതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ ഇങ്ങനെ ഇരുന്ന് വിഷമിച്ചിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ക്രിഷ്, ഒരിക്കലും അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഞാനാകെ മാനസികമായി തകർന്ന് പോയിരിക്കുകയുമാണ്. എന്നാൽ ക്രിഷ് സാറിൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കൺമണി, പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് ഇതെല്ലാം ബലരാമൻ അവിടെ ഇരുന്നു കൊണ്ട് കാണുന്നത്. ഇതോടെ കൺമണിയാണ് ഇപ്പോൾ കൃഷിന് സപ്പോർട്ട് നൽകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ബലരാമന് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ അടുത്ത ടാസ്ക് എഴുതുകയാണ് ബലരാമൻ. പക്ഷേ ഇതേ തുടർന്ന് മുന്നിലേക്ക് പോകുമ്പോഴാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. കാര്യങ്ങൾ പുതിയൊരു ദിശയിലേക്ക് പോകുന്നു. ബലരാമൻ എല്ലാവരുടെയും മുൻപിൽ വന്ന് നന്നായി അഭിനയിക്കുകയും എല്ലാവരുടെയും വിശ്വാസം നേടിയെടുക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുന്ന ബലരാമൻ ആരാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം കണ്ടെത്തുക തന്നെ വേണമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഒരുപാട് ശത്രുക്കൾ ഉള്ളതല്ലേ, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നും അതുകൊണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു തന്നെ ചെയ്യാം എന്നുള്ള കാര്യവും പറയുകയും ചെയ്തിരിക്കുകയാണ്. ശത്രുക്കൾ ആരാണ് എന്ന് കണ്ടെത്തണം എന്നുള്ള കാര്യവും പറയുന്ന ബലരാമൻ എന്തായാലും എല്ലാത്തിനും കൂടെ നിൽക്കാൻ ഞാനുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് നൽകിക്കൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ്. എന്നാൽ ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് കൃഷിന്. പക്ഷേ ഇതേ സമയം തിരികെ വീട്ടിലേക്ക് എത്തുന്ന ബലരാമൻ കണ്ടില്ലേ അവരുടെ തകർച്ച എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇതോടെ ബാലു തനിക്കിപ്പോൾ വളരെയധികം സന്തോഷം ഉണ്ട് എന്നുള്ള കാര്യം തുറന്നു പറയുന്നു. ഒരിക്കലും ഇങ്ങനെയൊരു തിരിച്ചടി അവന് കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്ന് പറയുന്ന സുമിത്ര അവരുടെ വിഷമം കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് ഉണ്ടാകുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ബലരാമൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഇനി അടുത്തത് കൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട കൺമണി, അവൾക്ക് നേരെയാണ് ഇനി എൻ്റെ അടുത്ത നീക്കം. ആ നീക്കത്തിൽ അവൾ വീഴുക തന്നെ ചെയ്യും. അവൾക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത കുരുക്കാണ് ഇനി ഞാൻ അവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ സ്മൂത്തായി വേണം ഇനി ചെയ്യാൻ. മനോജിനെ ഞാൻ കൺവിൻസ് ചെയ്തു കഴിഞ്ഞു.
അതുകൊണ്ട് തന്നെ ഇനി കൺമണി PR ഗ്രൂപ്പിൽ തന്നെയായിരിക്കും ജോലി ചെയ്യുക. അതുകൊണ്ട് ഇനി പിടിച്ചു നിൽക്കാൻ ക്രിസിന് മറ്റാരും തന്നെ ഇല്ലാത്ത അവസ്ഥ വരികയും ചെയ്യും. അവന് ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ സ്വന്തമാക്കും. അത് എൻ്റെ വാശി തന്നെയാണ്. എന്നിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും അടുത്ത തിരിച്ചടി കൊടുക്കാനും. ഇതോടെ സുമിത്ര ഞാൻ അവൻ്റെ തകർച്ച കണ്ട് ആസ്വദിക്കുക തന്നെ ചെയ്യും. എല്ലാ കാര്യങ്ങളും സംഭവിച്ചിട്ട് വേണം ബാലുവിനെയും കൊണ്ട് അവൻ്റെ മുന്നിലേക്ക് എനിക്ക് കടന്നു ചെല്ലാൻ. ഇതോടെ ബാലു പൊട്ടിച്ചിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.